നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഒരാളുടെ മാതാവിനെ അസഭ്യം പറയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അസഭ്യങ്ങളിലൊന്നായിട്ടാണ്. അത് വലിയ അപമാനകരമായിട്ടും അത് ഒരിക്കലും ക്ഷമിക്കുവാൻ പാടില്ലാത്തൊരു അപരാധമായിട്ടുമാണ് സാധാരണ കാണപ്പെടാറുള്ളത്. ഒരു നാഗരികമായിട്ടുള്ള സംഭാഷണത്തിലും ആശയവിനിമയത്തിലും ഒരിക്കലും പാടില്ലാത്ത ഒന്നാണ് സ്ത്രീകളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാതാവിനെയും പെങ്ങളെയും ഒക്കെ കുറിച്ചുള്ള അസഭ്യങ്ങൾ. വടക്കേ ഇന്ത്യയിലേക്ക് അത് കുറേ കൂടി ഒരു ഭീഷണമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. എന്നാൽ പോലും അത് വലിയ അസഭ്യമായിട്ടാണ് അവിടെയും കണക്കാക്കപ്പെടുന്നത്. പൊതുവേ ഈ മാതൃത്വത്തിനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമുള്ള ഭാരതത്തിൽ അമ്മയുടെ പേരിലുള്ള അസഭ്യം കേൾക്കുക എന്നതും പറയുക എന്നതും അത്ര നാഗരികമായിട്ടുള്ളൊരു പ്രക്രിയയായിട്ടല്ല കാണപ്പെടുന്നത്. ഇതിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കാര്യം കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുവാനാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഈ മാമൂലുകളെല്ലാം ഉടച്ച് തെറികളുടെ ഡിക്ഷണറിയൊക്കെ ആയിട്ട് അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം കോളേജ് മാഗസീനൊക്കെ ഇറക്കിയിട്ടുണ്ട്. തെറികൾ വന്ന വഴി, ഇന്ന തെറികൾ, ആ തെറികൾ, ഈ തെറികൾ. പിന്നെ മാത്രമല്ല അവരുടെ ഈ അസഭ്യം, അനാഗരികമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഇതൊന്നും അവരെ സംബന്ധിച്ച് അത്ര ഒരു എന്താ പറയുക, ഒരു സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളോ അതിലൊന്നും പെടേണ്ട കാര്യമില്ല, ഒരു സദാചാരത്തിൽ പെടേണ്ട കാര്യമില്ല, അതെല്ലാം ഞങ്ങൾ പൊളിച്ചെഴുതും എന്നുള്ള രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും നാഗരികമായിട്ട് ഒരു ജനാധിപത്യത്തിൽ ആളുകൾ പെരുമാറേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ നിയമസഭ, ലോക്സഭ, രാജ്യസഭ. ഈ ജനപ്രതിനിധികൾ ഒത്തുകൂടി ജനങ്ങൾക്കായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിൽ പോലും അത്തരത്തിലുള്ള ആലയങ്ങളിൽ പോലും ബെഞ്ചിൻ്റെ പുറത്ത് കയറി മുണ്ട് മടക്കി കുത്തി ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതെല്ലാം വെളിയിൽ കാണിച്ച് താണ്ഡവമാടിയ ആളുകളുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ നാഗരികമായിട്ടുള്ള പെരുമാറ്റം അതെല്ലാം മാമൂലുകളാണ്, അതിനെയെല്ലാം പൊളിച്ചെഴുതേണ്ടതാണ് എന്നുള്ളതാണ് അവരുടെ ഒരു പൊതുവായ രീതി. ഈ അസഭ്യം അവർക്ക് പറയാം, അവർക്ക് കേൾക്കുമ്പോൾ അവർക്ക് അത്ര സഹിഷ്ണുത കാണിക്കാറില്ല. അവർ പറയുമ്പോൾ അതൊരു ഭാഷയാണ്. അവരുടെ തന്നെ അതേ ഒരു ഈ ഇടതുപക്ഷ ഭാവമാണ് ഇപ്പോഴുള്ള ഈ പാറ്റകളുണ്ടല്ലോ, ഈ ചെതലുകൾ പാറ്റകളായി മാറിയിരിക്കുന്ന ജെൻസി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പണിയില്ലാത്തവന്മാർ. അവന്മാരുടെയും ഒരു ഭാഷ ഇത് തന്നെയാണ്. കാരണം അവരും പറയുന്നത് നിങ്ങൾക്ക് അസഭ്യമായി തോന്നുന്നത് ആ പറയുന്നവർക്ക് അസഭ്യമല്ലായിരിക്കും. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്ക് വിളിക്കുന്നതിനെയാണ് ഈ പറയുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ ഈ സഭ്യാസഭ്യങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ആണ് നാം ജോൺ ബ്രിട്ടാസ് MP-യിലേക്ക് വരേണ്ടത്. ജോൺ ബ്രിട്ടാസ് MP-യുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് നല്ല മതിപ്പാണ്. മറ്റാർക്കും ഇല്ലെങ്കിൽ പോലും ജോൺ ബ്രിട്ടാസിന് നല്ല മതിപ്പാണ്. തന്നെയുമല്ല, അദ്ദേഹം ഒരു നല്ല മാർക്കറ്റിംഗ് മാനേജർ ആകാമായിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ പൊള്ളയായിട്ടുള്ള ഏത് വസ്തുക്കളെയും വിറ്റെടുക്കാൻ അദ്ദേഹം മിടുക്കനാണ്. ഏറ്റവും വലിയ ഉദാഹരണം പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് വിറ്റു. അതിൻ്റെ ആ വിൽപ്പനയുടെ ചുക്കാൻ പിടിച്ച മാർക്കറ്റിംഗ് മാനേജർമാരിൽ പ്രധാനി ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാം വട്ടത്തേക്ക് വരാൻ പോയപ്പോൾ ജോൺ ബ്രിട്ടാസിനെ ഡൽഹിയിലേക്ക് കയറ്റി അയച്ച് ഇനി അവിടെ പൊളിക്ക്, ഇവിടെ നികേഷ് നോക്കിക്കൊള്ളുമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞാണ് ഒരു അബദ്ധം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത്. ഒരു വശത്ത് ഈ വിശകലനങ്ങൾ വരുമ്പോൾ ജോൺ ബ്രിട്ടാസിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പൊള്ളയായിട്ടുള്ള വസ്തുക്കൾ കച്ചവടം ചെയ്യാൻ അദ്ദേഹത്തിന് നല്ല മിടുക്കാണ്. പിണറായി വിജയൻ ഏറ്റവും വലിയ ഉദാഹരണം. പിന്നെ സെൽഫ് മാർക്കറ്റിംഗ്, സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു മാസാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുവാനും തൻ്റെ ഒരു പ്രതിച്ഛായ വിറ്റെടുക്കുവാനും അദ്ദേഹം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഈ ഐഷി ഘോഷ് എന്നൊരു അവിടുത്തെ ഒരു വിദ്യാർത്ഥി നേതാവുണ്ട്. AKG സെൻട്രൽ കയറി പോലീസിനെ പേടിച്ച് പതുങ്ങിയിരുന്ന അവരെ അന്വേഷിച്ച് കോടതിയുടെ വാറണ്ട് പ്രകാരം, ശ്രദ്ധിക്കുക, ഡൽഹി പോലീസിൻ്റെ സ്വന്തം താല്പര്യപ്രകാരമല്ല, ദില്ലി പോലീസ് കോടതിയുടെ നിരവധി വാറണ്ടുകൾ സമൺസ് ഇവർ കോടതിയുടെ മുമ്പിൽ ഹാജരാവാതെ അവഗണിച്ച് ഒടുവിൽ പോലീസ് പിടിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ AKG സെൻട്രൽ കയറി ഒളിച്ചിരുന്ന് അപ്പോൾ 2 പോലീസുകാർ ഇവരെ തേടി അവിടെ എത്തുകയും അപ്പോൾ ജോൺ ബ്രിട്ടാസ് MP അവരുടെ മുമ്പിലെത്തി. 2 കോൺസ്റ്റബിൾ റാങ്കിലുള്ള പോലീസുകാരാണ്. അവരെത്തിയപ്പോൾ തുമാരി ഹിമ്മത്ത് കേസ് ഹുയി, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു CPM-ൻ്റെ ആസ്ഥാനത്ത്, അതും ഒരു നാഷണൽ പാർട്ടിയുടെ, ദേശീയ പാർട്ടിയുടെ, അവിടെയാണ് ഡൽഹി പോലീസ് ഒന്ന് അമ്പരന്ന് പോയത്. CPM-ൻ്റെ ഓഫീസ് മനസ്സിലായി, ഈ നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞത് ഏതാണെന്നുള്ള അമ്പരപ്പിലാണ് അവർ മടങ്ങിപ്പോയത്. അങ്ങനെ മാസ് കാണിച്ച്
ഇവിടെ വലിയ മാസ് BGM ഒക്കെ ആയിട്ട് താരാരേറാ ഇത് BGM ഒക്കെ ആയിട്ട് വീഡിയോ ഇറക്കി ജോൺ ബ്രിട്ടാസ് MPയുടെ മുമ്പിൽ അമിത്ഷായുടെ പോലീസിന് പറ്റിയ അമളി കണ്ടു. അവർ ചൂളി തിരിച്ചു പോയി അമിത്ഷായ്ക്ക്. തന്നെയുമല്ല, അതിൻ്റെ കൂടെ ജോൺ ബ്രിട്ടാസ് ഉന്തിൻ്റെ കൂടെ ഒരു തള്ളുമെന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെ RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ 3-ാം പേരുകാരനാണ് താൻ എന്നങ്ങ് വിളംബരം ചെയ്യുകയും ചെയ്തു. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഇന്നലെ ഒരു നിമിഷമെങ്കിലും മോഹൻജി ഭാഗവത് ആലോചിച്ച് കാണും ഈ ചുമതലയിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ സാധ്യമാകുമെങ്കിൽ RSSനെ പിരിച്ചുവിടാൻ. കാരണം ഇത്രയും ഗതികേട് RSSന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സംഘടന മുന്നോട്ട് പോകാതിരിക്കുകയാണ് നല്ലതെന്ന് ഒരു മാത്ര നേരത്തേക്കെങ്കിലും മോഹൻജി ഭാഗവത്തിന് തോന്നിപ്പോയി കാണും ഈ അവകാശവാദം കേട്ടപ്പോൾ. അപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്തായാലും തൻ്റെ ഒരു പ്രതിച്ഛായ മാസ് പ്രതിച്ഛായയാണ് എന്ന് കേരളത്തിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം വിറ്റെടുക്കുവാൻ ശ്രമിക്കുകയാണ്. ആ പ്രതിച്ഛായ മാസ് പ്രതിച്ഛായ. അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ക്രമക്കേടുകളെ തടയുവാനും അത്തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് കഠിനമായ ശിക്ഷകൾ വിധിക്കുവാനുമുള്ള തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും നടന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ച രാജ്യസഭയിൽ നടക്കുമ്പോൾ നിരവധി വാദപ്രതിവാദങ്ങളുണ്ടായി. ജോൺ ബ്രിട്ടാസ് BJPയെ കളിയാക്കി അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാസ് BGM വീഡിയോകൾ കറങ്ങി നടക്കുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ജോൺ ബ്രിട്ടാസിൻ്റെ ഈ മാസ് പ്രതിച്ഛായ വിൽപ്പനയുടെ ഇടയിൽ മറ്റുള്ളവർ കാണരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർ പലരും അത് കണ്ടു കാണും. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലം ആ വീഡിയോ മാത്രം കണ്ടാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. പശ്ചാത്തലം ഇത്രയേ ഉള്ളൂ. തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ MP AIADMKയുടെ രാജ്യസഭാ MP ആയിട്ടുള്ള തമ്പിദുരൈ AIADMKയുടെ രാജ്യസഭാ MP ആണ്. അദ്ദേഹം നീറ്റ് സംബന്ധിയായിട്ടുള്ള വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ജയലളിതയുടെ കാലത്തെ സ്മരിച്ചുകൊണ്ട് അവർ ഓണറബിൾ ഫോർമർ ചീഫ് മിനിസ്റ്റർ അമ്മ എന്നാണ് ജയലളിതയെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ജയലളിത AIADMKയുടെ പ്രവർത്തകരും രാജ്യസഭാംഗങ്ങളും നിയമസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളും എല്ലാവരും AIADMKയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ജയലളിതയെ പ്രായഭേദമന്യേ അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അത് അവർ ജീവിച്ചിരുന്ന കാലത്തും അവരുടെ മരണശേഷവും. അതുകൊണ്ട് തമ്പിദുരൈ അവർ ഓണറബിൾ ഫോർമർ ചീഫ് മിനിസ്റ്റർ അമ്മ എന്ന് പലതവണ അഭിസംബോധന ചെയ്തപ്പോൾ ശ്രീ തമ്പിദുരൈയുടെ തൊട്ട് പിന്നിലാണ് ജോൺ ബ്രിട്ടാസിൻ്റെ സ്ഥാനം. ശ്രീ ജോൺ ബ്രിട്ടാസ് ഇടയ്ക്കിടെ വിച്ചമ്മ എന്ന് ചോദിച്ച് തമ്പിദുരൈയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ തമ്പിദുരൈയുടെ പ്രസംഗം തടസ്സപ്പെട്ടു. ഒടുവിൽ സഹികെട്ട് തമ്പിദുരൈ തിരിച്ചു പറഞ്ഞു, നിൻ്റെ അമ്മ, യുവർ അമ്മ. അതായത് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അമ്മ എന്ന് ജയലളിതയെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ഏതമ്മ എന്ന് ചോദിച്ച് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അവസാനം പുള്ളി തിരിഞ്ഞു പോലും നോക്കിയില്ല, കൈ ഇങ്ങനെ പുറകോട്ട് കാണിച്ചാണ് യുവർ അമ്മ, നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. അടിസ്ഥാനപരമായിട്ട് നാഗരികമായ രീതിയിൽ നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ തള്ളയ്ക്ക് വിളി കേട്ടു എന്ന് പറയേണ്ടി വരും. കേട്ട് കഴിഞ്ഞ ഉടനെ ഒന്ന് ഞെട്ടി തൊഴുത് ചിരിച്ച് മതിയായി എന്നുള്ള ഭാവത്തിലിരിക്കുന്ന ജോൺ ബ്രിട്ടാസിനെയും നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. വീഡിയോ ഒന്ന് കാണാം. And sir, the review petition, your amma. And sir, the review petition, your amma. And respected the earlier judgment striking down NEET. Sir, the review petition, your amma. He did not stop there, sir. When the Supreme Court Constitutional Bench later revived NEET, our Honorable former Chief Minister Amma wrote again in June 2014 and October 2015 to the then Prime Minister Modi ji, urging the center to withdraw the UPA second's own review petition and respect the earlier judgment striking down NEET. Sir, the review petition, your amma, the review petition that kept this examination alive. ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഇതിനാണ് കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി എന്ന് കൃത്യമായിട്ട് പറയുന്നത്. ഇത്തരത്തിൽ പുറകിലിരുന്ന് ഈ വിച്ചമ്മ എന്ന് ജോൺ ബ്രിട്ടാസ് ചോദിച്ചത് ഒരു തമാശയുടെ ഭാഗമായിട്ട് നിങ്ങൾ കാണരുത്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ മാമൂലുകളെ പൊളിച്ചെഴുതുക എന്നുള്ളൊരു ധാരണ, അതിൽ പല മാമൂലുകളും ഇവർ പലപ്പോഴും പ്രഖ്യാപിക്കുന്നു. ഈ അച്ഛനും അമ്മയോടുമുള്ള ബഹുമാനം,
അധ്യാപകരോടുള്ള ബഹുമാനം, ഇതൊന്നും ഒരു തലമുറ കാത്തു സൂക്ഷിക്കുവാൻ പാടില്ല, അവരുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ഇവർക്ക് വേണ്ടത് ക്രിമിനലുകളായി വളർത്താൻ പറ്റിയ, ലഹരിക്ക് അടിമപ്പെടുന്ന, എളുപ്പം അടിമപ്പെടുന്ന, യാതൊരു സദാചാരബോധവും ഇല്ലാത്ത, യാതൊരു സാംസ്കാരിക മൂല്യവും ഇല്ലാത്തൊരു തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ, ഏതൊരു രാഷ്ട്രീയ കക്ഷിയേക്കാളും കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ള രാജകുടുംബത്തിനെ അവർക്ക് പുച്ഛമാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ അവർക്ക് പുച്ഛമാണ്. അധ്യാപകരുടെ കാലുതൊട്ട് വന്ദിക്കുന്ന ഗുരുവന്ദനം അവർക്ക് പുച്ഛമാണ്. അമ്മയും അച്ഛനോടും കുട്ടികൾ പുലർത്തുന്ന ബഹുമാനവും ഭയഭക്തി ബഹുമാനം അവർക്ക് പുച്ഛമാണ്. അതെല്ലാം പിന്തിരിപ്പൻ മൂല്യങ്ങളായിട്ടാണ് ഇവർ കാണുന്നത്. ആ മനോഭാവത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ, അല്ലെങ്കിൽ ആ മനോഭാവത്തിൻ്റെ ഒരു മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു പ്രതിരൂപമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രതിരൂപമാണ് ജോൺ ബ്രിട്ടാസ്. അയാൾ അങ്ങനെ വാർത്തെടുക്കപ്പെടുക മാത്രമല്ല, അയാൾക്ക് പിന്നാലെ വരുന്ന ഈ സഖാക്കളുടെ ഒരു തലമുറയിലേക്ക് എന്ത് മൂല്യങ്ങളാണോ അയാൾക്ക് ഈ കമ്മ്യൂണിസം എന്ന ചീഞ്ഞ സിദ്ധാന്തം പകർന്നു കൊടുത്തത്, അതിനെ, ആ സിദ്ധാന്തത്തെ കൂടുതൽ ചീയിച്ച് പിൻതലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു അധ്യാപകനും കൂടിയാണ്. പറയുമല്ലോ, ഒരു വെറും ഭീകരവാദി മാത്രമല്ല, ഭീകരവാദിയുടെ ഒരു പരിശീലകൻ കൂടിയാണ്. അതുപോലെ തന്നെ വെറും സഖാവ് മാത്രമല്ല, ഭാവിയിൽ വരുന്ന അന്തം കമ്മികളെന്ന് ട്രോളന്മാർ വിളിക്കുന്ന ഒരു തലമുറയുടെ പരിശീലകൻ കൂടിയാണ് ജോൺ ബ്രിട്ടാസ്. ആ മാമൂലികളെ പൊളിച്ചെഴുതുന്നു എന്നുള്ള വ്യാജേന ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം തകർക്കുവാനുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ജന്മസിദ്ധമായൊരു വാസനയുടെ പ്രതിഫലനം മാത്രമാണ് ജോൺ ബ്രിട്ടാസിൽ ഈ കണ്ടത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് സാധാരണഗതിയിൽ ജോൺ ബ്രിട്ടാസ് ഇത്തരത്തിലുള്ള ശല്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവിടെ നിന്ന് വിച്ചമ്മ 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 എന്നിങ്ങനെ ഒരു, ഈ നമ്മുടെ ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ചൊറിയുമ്പോൾ, മാന്യരായിട്ടുള്ള എം പിമാരും മറ്റുള്ളവരും സ്പീക്കറോട് പറയും, ഒന്നും മിണ്ടാതിരിക്കാൻ പറയൂ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. കാരണം സ്പീക്കറെ മാത്രമേ, സഭയിൽ തന്നെ സ്പീക്കറെ നോക്കി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഒരാൾ നമ്മളെ പ്രതി, ഞാനിപ്പോൾ രാജ്യസഭാ അംഗമാണ്, ലോക്സഭാ അംഗമാണെങ്കിൽ എന്നോടൊരു ചോദ്യം ഒരാൾ ഉന്നയിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ പേര് ഒരാൾ പറഞ്ഞ് എന്തെങ്കിലും ഒരു വിഷയം പ്രതിപാദിച്ചാൽ അതിന് മറുപടി നൽകുവാൻ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആ വ്യക്തിയെ നോക്കിയിട്ട് എനിക്കൊരിക്കലും സംസാരിക്കുവാൻ സഭാചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. സ്പീക്കറെ നോക്കി മാത്രം സഭാധ്യക്ഷ അല്ലെങ്കിൽ സർ എന്ന് അഭിസംബോധന ചെയ്ത്, ഇന്ന വ്യക്തി ഇങ്ങനൊരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ അങ്ങയുടെ മാധ്യമത്തിലൂടെ, അങ്ങാകുന്ന മാധ്യമത്തിലൂടെ ആ വ്യക്തിക്ക് മറുപടി നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലെ സഭയിലെ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ആശയവിനിമയങ്ങളോ മുന്നോട്ട് പോകുവാൻ സഭാചട്ടങ്ങൾ അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തമ്പിദുരൈ തിരിഞ്ഞു നോക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി കഷ്ടമാണ്. ജോൺ ബ്രിട്ടാസിന് ഇത്രയൊക്കെ ബഹുമാനം മതി എന്ന് പറഞ്ഞാണ് തിരിഞ്ഞു നോക്കി പുറകിലിരിക്കുന്ന ആരാണെന്നോ പോലും നോക്കാതെ യുവർ അമ്മ, നിൻ്റെ അമ്മ എന്ന് അദ്ദേഹം പരമപുച്ഛത്തോടുകൂടി പറഞ്ഞതും ജോൺ ബ്രിട്ടാസ് ഇളഭ്യനായിരുന്നത് വീഡിയോയിൽ കണ്ടല്ലോ. അതായിരുന്നു പരിണാമം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണാമഗുപ്തി എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു ആൻറ്റി ക്ലൈമാക്സ് എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു വളിച്ച മുഖത്തോടെ ഇരിക്കുന്ന ജോൺ ബ്രിട്ടാസിനെ കാണുമ്പോൾ സത്യത്തിൽ ജോൺ ബ്രിട്ടാസിൻ്റെ ആശയങ്ങളോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും എത്രത്തോളം എതിർപ്പോ വെറുപ്പോ നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയ്ക്കുള്ളിലിരിക്കുമ്പോൾ. തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വ്യക്തിയുടെ വായിൽ നിന്ന് ഇത്തരത്തിലൊരു പരിഹാസം ഏറ്റുവാങ്ങി ഇളഭ്യനായിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്ന വ്യക്തിയല്ല നാം സ്ക്രീനിൽ കാണുന്നത്. കേരളത്തിൻ്റെ ഒരു ജനപ്രതിനിധിയാണ്. ആലോചിച്ച് നോക്കൂ, ഇയാളുടെ ഈ പെരുമാറ്റം സഭയിൽ കാണുമ്പോൾ മറ്റ് സംസ്ഥാനത്തിലുള്ളവർ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ തന്നെ കമ്മ്യൂണിസത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കേരളത്തിൻ്റെ അതിർത്തി വിട്ടുകഴിഞ്ഞാൽ ആളുകൾക്ക്. കമ്മ്യൂണിസ്റ്റ് എം പിയാണിത്, അതും കേരളത്തിൽ നിന്നുള്ളത്. മല്ലു ചേട്ടന്മാർ, അതും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം തലയിൽ പേറുന്നവന്മാരെല്ലാം ഇത്തരത്തിലുള്ള വിവരദോഷികളാണോ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം സ്വതവേ ഉള്ളൊരു ഭാവം, ഞങ്ങൾ വലിയ ബുദ്ധിജീവികളാണ്, ബാക്കിയുള്ളവരൊക്കെ ഒരു പടി താഴെയാണ് നിൽക്കുന്നത്. അത് EMSൻ്റെ കാലം മുതൽ തന്നെ ഉണ്ട്. EMSൻ്റെ കാലത്ത് EMS പലപ്പോഴും രക്ഷപ്പെട്ടു പോയിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ EMS ഈ പറയുന്നത് പോലെ ഇഫ് യു കനോട്ട് കൺവിൻസ് ദം കൺഫ്യൂസ് ദം എന്നുള്ളൊരു സിദ്ധാന്തം, ആശയം എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞ് കുഴപ്പത്തിലാക്കുക, അല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ അവരെ പറഞ്ഞ് ആശയക്കുഴപ്പത്തിലാക്കുക എന്നുള്ളൊരു രീതിയാണ് EMS അവലംബിച്ച് വന്നിരുന്നത്. ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് EMS പറഞ്ഞ ഓരോ വാക്കും മനസ്സിരുത്തി കണ്ട് ഫ്രെയിം ബൈ ഫ്രെയിമായി നോക്കി അതിനുള്ള മറുപടികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നേനെ ഒരു
10 പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഒരു 2 ലേഖനങ്ങൾ കഴിയുന്നതോടുകൂടി EMSൻ്റെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ആചാര്യൻ എന്നുള്ള പേര് അദ്ദേഹം തന്നെ ഞാനിതാ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പേന ദേശാഭിമാനിയുടെ ഓഫീസിൽ കൊണ്ടു കൊടുത്ത് അല്ലെങ്കിൽ AKG സെൻറ്ററിൻ്റെ മുമ്പിൽ ഓടിച്ച് കളഞ്ഞിട്ട് തിരിച്ചിളങ്കുളമനയിലേക്ക് വണ്ടി കയറിയേനെ. പക്ഷെ അങ്ങനെ EMSൽ നിന്ന് തുടർച്ചയായിട്ട് വന്നതാണ്. MA ബേബിക്ക് ആഗ്രഹമുണ്ട്, MV ഗോവിന്ദനുണ്ട്, ജോൺ ബ്രിട്ടാസിനുണ്ട്. EMSന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് അടുത്ത കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ബുദ്ധിജീവി നമ്മുടെ മുൻ വ്യവസായ മന്ത്രി രാജീവിനുണ്ട്. ഇവരൊക്കെ സംസാരിക്കുന്നത് തന്നെ കണ്ടിട്ടില്ലേ? ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു നോട്ടത്തിലൂടെ വരുമ്പോൾ ഇതൊരു പൈട്രിയാർക്കിയുടെ ഒരു കടന്നുകയറ്റം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ സാമ്രാജ്യത്വ ശക്തികളും വിധ്വംസക ശക്തികളും തമ്മിലുള്ളൊരു അന്തർധാര സജീവമായി ഒഴുകുന്നത് നമ്മുടെ കാഴ്ചയിൽ വന്നുപെടും. അവിടെ വരും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ തൊഴിലാളികൾക്ക് ദിവസേന എന്നുള്ള ശമ്പളം എന്നുള്ളൊരാശയം സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ആശയമായി മാറുകയാണ്. അതുകൊണ്ട് അതിനെ നാം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. തൊഴിലാളികൾക്ക് ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അതിനാണ് ഈ പറഞ്ഞത്. ക്ഷീരതാര ചർച്ചിതമായ പും ശരൽക്കാല ആകാശം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ നല്ല കളറായിട്ടുള്ള ആകാശം. അതിനാണ് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ ഇങ്ങനെ പറയുന്നത്. അതിവിശേഷണങ്ങളും ഒരു ബുദ്ധിജീവി അത്തരത്തിലുള്ള ഒരു ബുദ്ധിജീവി ആകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ബുദ്ധിജീവി ശ്രമക്കാരനാണ് ഈ ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസിൻ്റെ ഇന്ന് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടപ്രദർശനത്തിൽ ഇത്തരത്തിലൊരു വിഷയം കയ്യിലെടുക്കേണ്ട ഒരു കാര്യവുമില്ല. എടുത്തതിൻ്റെ ഇത്തരമൊരു വിഷയം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതിൻ്റെ ഒരേ ഒരു കാര്യം, അടിസ്ഥാനപരമായിട്ട് ഈ വ്യക്തി പ്രതിനിധീകരിക്കുന്നത് കേരളത്തെയാണ്, മലയാളികളെയാണ്. അയാൾ അപമാനിതനാകുന്നത് മലയാളികൾ അപമാനിതനാകുന്നതിന് തുല്യമാണ്. പക്ഷേ അതിനെ ചോദ്യം ചെയ്യുവാനുള്ളൊരു സാഹചര്യം പോലും നമ്മുടെ മുമ്പിലില്ല. അതിനുള്ളൊരു അവകാശം പോലും നമ്മുടെ മുമ്പിലില്ലാത്ത തരത്തിലുള്ളൊരു പെരുമാറ്റമാണ് ചോദിച്ചു വാങ്ങിയതിലൂടെ ഇത്തരത്തിലുള്ളൊരു പരിഹാസം, ഒരു അസഭ്യം, ഒരു നാഗരികമായിട്ടുള്ള രീതിയിൽ നാഗരികതയിൽ പൊതിഞ്ഞ ഒരു അസഭ്യം ഏറ്റുവാങ്ങിയതിലൂടെ ജോൺ ബ്രിട്ടാസ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിയ ഈ ഒരു പരിഹാസത്തെ എന്തു പറഞ്ഞ് നാം പ്രതിരോധിക്കും? അല്ലെങ്കിൽ മോശമായിപ്പോയി, തമ്പിദുരൈ ചെയ്തത് മോശമായിപ്പോയി, മാപ്പ് പറയണം എന്ന് തമ്പിദുരൈയോട് പറഞ്ഞാൽ തമ്പിദുരൈ കൃത്യമായിട്ട് തിരിഞ്ഞ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭാ ചട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ച് തരും. ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചട്ടങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ചട്ടം പ്രകാരം അദ്ദേഹത്തിൻ്റെ സംസാരത്തെ തടസ്സപ്പെടുത്തുവാൻ പാടില്ല. അതും അയാൾ സർവാദരണീയമായി കാണുന്നൊരു വ്യക്തിയെ കുറിച്ച് അയാൾ പരാമർശിക്കുമ്പോൾ അവർ ഓണറബിൾ ഫോർമർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അമ്മയെ എന്നാണ് ജയലളിതയെന്ന് ജയലളിതയാണ് വിളിച്ചിരുന്നത് എന്നറിയാത്തൊരു വ്യക്തിയല്ല ജോൺ ബ്രിട്ടാസ്. അറിയില്ല എങ്കിൽ മിണ്ടാതിരുന്നിട്ട് അത് കഴിയുമ്പോൾ രഹസ്യമായി ചോദിക്കണം, അമ്മ എന്ന് പറഞ്ഞല്ലോ ആരെയാണ്, എനിക്കറിയില്ലാത്തത് കൊണ്ടാണ്, ക്ഷമിക്കണം എന്ന് വളരെ മാന്യമായി ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇത് അതിനൊന്നുമല്ല. നമ്മുടെ വീണ്ടും ഗ്രാമ്യമായ ഭാഷ ഉപയോഗിക്കുകയാണ്. കാരണം ഇത് അനാഗരികതയുടെ ഒരു ചർച്ചയാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറും പട്ടി ഷോ കാണിച്ചതാണ് അവിടെ. എക്സ്ക്യൂസ് മൈ ലാംഗ്വേജ്. പക്ഷേ അതാണ് അവിടെ നടന്നത് സത്യത്തിൽ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിഹാസം അയാൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. മലയാളികൾക്ക് അപമാനമായി ഇങ്ങനെ ഓരോന്നിനും ദില്ലിയിലേക്ക് കയറ്റി വിടുന്നത് എന്തിനാണെന്നുള്ളത് നാം ചിന്തിക്കണം. കാരണം രാജ്യസഭാ MP-മാരുടെ തിരഞ്ഞെടുപ്പിൽ നമുക്ക് നേരിട്ട് കൈയൊന്നുമില്ലെങ്കിലും ഈ രാജ്യസഭാ MP-മാരെ തിരഞ്ഞെടുക്കുന്ന മഹാന്മാരെയും മഹതികളെയും തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് കൈയുണ്ടല്ലോ. അടുത്ത തവണ എങ്കിലും അരിവാൾ ചുറ്റിയേക്ക് കുത്തുന്നതിന് മുമ്പ് 2 വട്ടം ഒന്ന് ആലോചിക്കണം. മറ്റ് വികസനങ്ങളും ഇവർ കാണിച്ചിട്ടുള്ള ഉടായ്പകളും ഇവരുടെ ക്രൂരതകളും എല്ലാം മറന്നേക്കൂ. ഇത്തരത്തിലുള്ള വിവരദോഷികളെയാണ് അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നതെങ്കിൽ ഏത് തരത്തിലായിരിക്കും ലോകം നമ്മെ കാണുന്നത്, ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മെ കാണുന്നത്? വിവരദോഷി എന്ന് അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹം കാണിച്ച ആ ഒരു വിവരക്കേട് കൊണ്ട് തന്നെയാണ്. കാരണം ഒരു തരത്തിലും ഒരു നിയമസഭാ സാമാജികനോ ലോക്സഭാ സാമാജികനോ രാജ്യസഭാ സാമാജികനോ കാണിക്കുവാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് അദ്ദേഹം കാണിച്ചത്. ശരിയാണ്, രാജ്യസഭയിലും ലോക്സഭയിലും നിയമസഭയിലും എല്ലാം എതിർപക്ഷം സംസാരിക്കുമ്പോൾ അതിനെതിരെ ബഹളങ്ങൾ ഉണ്ടാവുകയും അതെല്ലാം അതുപോലും പാടില്ലാത്തതാണ്. എന്നാൽ പോലും ഒരാൾ വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ യാതൊരു എതിർപ്പും ഉണ്ടാകേണ്ട കാര്യമില്ല ജയലളിതയെ തമ്പിദുരൈ അമ്മ എന്ന് വിളിക്കുന്നതിൽ. അത്തരത്തിലൊരു അവസരത്തിൽ പുറകിൽ നിന്ന് ഇത്തരത്തിലൊരു ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഒരു കാര്യവുമില്ല. താൻ എന്തോ വലിയ ആളാണ്, തമ്പിദുരൈ എന്തോ വിവരമില്ലാത്തയാളാണ്, അതുകൊണ്ടാണ് അയാൾ ജയലളിതയെ അമ്മയെന്ന് വിളിക്കുന്നത്. ജയലളിതയെ അമ്മയൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അത് തീരുമാനിക്കാൻ താൻ ആരുക എന്ന് തമ്പിദുരൈ തിരിച്ചു ചോദിച്ചാൽ, അല്ലെങ്കിൽ തന്നെ ഹൂ ഈസ് ഹി, ആരാണ് ജോൺ ബ്രിട്ടാസ് അത് പറയുവാൻ, അങ്ങനെ ഒരു നിഷ്കർഷ മുന്നോട്ട് വയ്ക്കുവാൻ അയാൾ ആരാണ്? ആരുമല്ല.
തമ്പിദുരൈയും ഒരു രാജ്യസഭാ സാമാജികനാണ്, ജോൺ ബ്രിട്ടാസും ഒരു രാജ്യസഭാ സാമാജികനാണ്. തമ്പിദുരൈക്ക് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു സംസ്കാരത്തിൽ വിശ്വസിച്ച് വളർന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവിനെ ദൈവതുല്യമായി കാണുന്ന ഒരു സ്വഭാവമുള്ളതുകൊണ്ട്, അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം വരുമ്പോൾ അമ്മ എന്നുള്ള പദത്തിനോട് അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമാനമുള്ളതുകൊണ്ട് അദ്ദേഹം അത് ഉപയോഗിക്കുന്നു. ജോൺ ബ്രിട്ടാസിന് ഇതൊന്നും ഇല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹം അത് ചെയ്യണമെന്ന് തമ്പിദുരൈ നിഷ്കർഷിച്ചാൽ അതും തെറ്റാണ്. തമ്പിദുരൈ അങ്ങനെ ഒരു നിഷ്കർഷിക്കുന്ന ഒരു വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവോ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല ഇതുവരെ. ജോൺ ബ്രിട്ടാസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇവിടെ തെറ്റുണ്ടായിരിക്കുന്നത്. അതിനാണ് ഇത്തരത്തിലൊരു പരിഹാസം അയാൾ കേട്ടുപിടിച്ച് മലയാളികളെ കൂടി തലകുനിക്കുവാൻ ഇടയാക്കി വച്ചിരിക്കുന്നത്. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇത്രയും ഒരു മോശപ്പെട്ട ഒരു വിഷയം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. കാരണം മലയാളികളെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഈ കേട്ടുപിടിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ വിഷയം എത്തുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ, ചിന്തകളും തുടരട്ടെ. കാരണം ഇത്തരത്തിലുള്ളൊരു സംസ്കാരം എങ്ങനെയുള്ള സംസ്കാരമാണ് നമ്മുടെ കുട്ടികളിലേക്ക് നാം പകർന്നു നൽകേണ്ടത്? കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണോ അതോ ഭാരതീയ പൈതൃകമാണോ? ചിന്തിക്കുക. അതിനെക്കുറിച്ചും സംവാദങ്ങൾ നടത്തുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.